അയോധ്യ പ്രാണപ്രതിഷ്ഠാ പ്രക്ഷേപണം തടഞ്ഞുവെന്ന ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ആരോപണത്തിന് മറുപടിയുമായി എം.കെ. സ്റ്റാലിൻ. ബി.ജെ.പി. നേതാക്കൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിക്കുന്നുവെന്ന് സ്റ്റാലിൻ ആരോപിച്ചു. അതിനിടെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ദില്ലിയിൽ നടത്തുന്ന പ്രതിഷേധത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനെ ഔദ്യോഗികമായി ക്ഷണിച്ച സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്ഷണപത്രം വ്യവസായ മന്ത്രി പി രാജീവ് ചെന്നൈയിലെത്തി തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കൈമാറി. ഇപ്പോൾ വിശദാംശങ്ങളുമായി നിഖിൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. നിഖിൽ, ഈ വാർത്തയിൽ രണ്ട് ഭാഗങ്ങളാണുള്ളത്, രണ്ട് കാര്യങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ അതിലേക്ക്. തീർച്ചയായും ശരത്ത്, ഈ RSSന്റെയും സംഘപരിവാറിൻ്റെയും ഒക്കെ ഇത്തരം അജണ്ടകൾ നടപ്പിലാക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ അതിനെതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പിന് തമിഴ്നാട്ടിൽ എം.കെ. സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു, ധീരമായ നിലപാടുകൾ എടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഒന്നാമത്തെ ഭാഗം, ഈ വാർത്തയുടെ ഒന്നാമത്തെ ഭാഗത്ത് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്നലെ ഈ അയോധ്യ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട തത്സമയ സംപ്രേഷണങ്ങൾ നടത്തുന്നതും ഒപ്പം തന്നെ ക്ഷേത്രങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട അന്നദാനം നടത്തുന്നതും തമിഴ്നാട് വിലക്കി എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഈ പ്രസ്താവനയിലാണ് എം.കെ. സ്റ്റാലിൻ ഇപ്പോൾ മറുപടി പറഞ്ഞിരിക്കുന്നത്. ബി.ജെ.പി. നേതാക്കൾ വ്യാപകമായി നുണപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വ്യാപകമായി ഇത്തരം അപവാദങ്ങൾ പ്രചരിപ്പിക്കുക എന്നത് അവരുടെ ശീലമാണ്. ഒരു വാട്സാപ്പ് യൂണിവേഴ്സിറ്റി കണക്കെയാണ് ബി.ജെ.പി. നേതാക്കൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് സ്റ്റാലിൻ്റെ വിമർശനം. അതിനൊപ്പം തന്നെ സ്റ്റാലിൻ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ നിന്ന് ബി.ജെ.പിക്ക് ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. DMK യൂത്ത് വിങ്ങിൻ്റെ സംസ്ഥാന സമ്മേളന ഉദ്ഘാടനത്തിലായിരുന്നു സ്റ്റാലിൻ്റെ ഈ പരാമർശം. ബി.ജെ.പിയെ എന്തായാലും തമിഴ്നാട്ടിലേക്ക് അടുപ്പിക്കില്ല, അവർക്ക് ലോക്സഭയിൽ ഒരു നേട്ടവും ഉണ്ടാക്കാൻ സമ്മതിക്കില്ല എന്നൊരു നിലപാട് കൂടി എം.കെ. സ്റ്റാലിൻ ആ സമ്മേളനത്തിൽ അറിയിക്കുകയുണ്ടായി. മറ്റൊന്ന്, ഈ കേന്ദ്രത്തിൻ്റെ ഇത്തരം നടപടികൾക്കെതിരെയുള്ള കേരളത്തിൻ്റെ പോരാട്ടങ്ങൾ, ഇപ്പോൾ ഡൽഹിയിലേക്കടക്കം കേരളം ഈ കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രതിഷേധവുമായി എത്തുകയാണ്. അപ്പോൾ അതിനുള്ള ഒരു പിന്തുണ തേടി കേരളം ഇത്തരത്തിലൊരു നിലപാട്, കേരളത്തിന് സമാനമായ ആ ഒരു നിലപാട് സ്വീകരിക്കുന്ന സ്റ്റാലിനെ കൂടി ആ സമരത്തിൽ പങ്കെടുപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് മന്ത്രി പി രാജീവ് ഇന്നലെ ചെന്നൈയിൽ നേരിട്ടെത്തി ക്ഷണപത്രം കൈമാറിയത്. ഏതായാലും അദ്ദേഹം ഒരുപക്ഷെ പങ്കെടുക്കുമെന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. തീർച്ചയായും. ഏതായാലും ഇപ്പോൾ ഏറ്റവും അവസാനം നിഖിൽ സൂചിപ്പിച്ച ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന വിധത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ദില്ലിയിൽ കേന്ദ്ര സമീപനത്തിനെതിരെ സമരം ചെയ്യുമ്പോൾ അതിലേക്ക് മന്ത്രി പി രാജീവ് ചെന്നൈയിലെത്തി നേരിട്ട് മുഖ്യമന്ത്രി സ്റ്റാലിനെ ക്ഷണിച്ചിരിക്കുകയാണ്. ശരി നിഖിൽ, സ്റ്റാലിൻ അല്ലെങ്കിൽ തമിഴ്നാട് സർക്കാർ മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുക്കുമോ അതോ തമിഴ്നാടിൻ്റെ പ്രതിനിധി അയക്കുമോ എന്നുണ്ട്. അതുപോലെ പാർലമെൻറ്റ് സമ്മേളനം ആരംഭിക്കുന്ന സമയമാണ്. DMK MP-മാരുടെ സംഘം അവരുടെ പ്രാതിനിധ്യമാണോ കേരളത്തിൻ്റെ ഈ സമരത്തോടൊപ്പം ഉണ്ടാവുക? ഇതൊക്കെ ഇനി അവരുടെ ഭാഗത്ത് നിന്ന് വരേണ്ട ചില തീരുമാനങ്ങളാണ്. പക്ഷേ ഗൗരവമുള്ള ഒരു നീക്കമാണ് കേരളത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ളത് എന്നുള്ള പിന്തുണയാണ് തമിഴ്നാട് ഈ കാര്യത്തിലും കേരളത്തിന് നൽകുന്നത്, കേരള സർക്കാരിന് നൽകുന്നത്.